അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ജനാബത്തുകാരനായ ഒരു വ്യക്തി അദ്ദേഹം മറന്നുകൊണ്ട് രാത്രി ജനാബത്തുകാരനായി, പക്ഷെ മറന്നുകൊണ്ട് സുബൈ നമസ്കരിച്ചു. സുബൈ നമസ്കാര ശേഷമാണ് അറിയുന്നത് ഞാൻ ജനാബത്തുകാരനായല്ലോ, ഇനി എന്ത് ചെയ്യും? ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഓർമ്മയില്ലാതെ ജനാബത്തുകാരനായി അത് മറന്നുകൊണ്ട് നമസ്കരിച്ചാൽ, അല്ലെങ്കിൽ ഒളു എടുത്തു എന്ന് ചിന്തിച്ച് ഒളു എടുക്കാതെ നമ്മൾ നമസ്കരിച്ചു, നിസ്കാരം കഴിഞ്ഞാണ് അറിയുന്നത് എനിക്ക് ജനാബത്താണല്ലോ, ഞാൻ ഒളു എടുത്തിട്ടില്ലല്ലോ, എന്ത് ചെയ്യണം? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ജനാബത്തുകാരനാണെങ്കിൽ കുളിച്ചിട്ട് മടക്കി നമസ്കരിക്കണം. ഒളു എടുക്കാതെയാണ് നിസ്കരിച്ചെങ്കിൽ ഒളു എടുത്ത് മടക്കി നമസ്കരിക്കണം. ഖുർആൻ പറയുന്നത് വഇൻ കുന്തും ജുനുബൻ ഫതഹറു, നിങ്ങൾ ജനാബത്തുകാരനായാൽ വൃത്തിയാവണം, ശുദ്ധിയാവണം. ലാ തുഖ്ബലു സ്വലാത്തും ബിഗൈരി തുഹൂർ, തുഹൂർ ഇല്ലാതെ നമസ്കാരം അല്ലാഹു സ്വീകരിക്കില്ല. അതുകൊണ്ട് മറവി കൊണ്ട് ഒന്നുവെടുത്തു എന്ന് കരുതി, എന്നാൽ ഒന്നുവെടുക്കാതെ മറവി കൊണ്ട് ഒരാൾ നമസ്കരിച്ചു. ജനാബത്തുകാരനായ ഒരാൾ അത് മറന്നിട്ട് സുബൈ എഴുന്നേറ്റ് നമസ്കരിച്ചു. ഇതൊക്കെ പലപ്പോഴും സംഭവിക്കുന്നതാണ് ജീവിതത്തിൽ. അങ്ങനെ വന്നാൽ ഓർമ്മ വരുമ്പോൾ അത് മടക്കി നമസ്കരിക്കണം എന്നാണ്. ഇതുമായി ബന്ധപ്പെട്ട് മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ശറഹുൽ മുഹദ്ദബിൽ രേഖപ്പെടുത്തുന്നുണ്ട്, അജ്മഅൽ മുസ്ലിമൂന അലാ തഹ്രീമി സ്വലാ അലൽ മുഹദ്ദിസ്. വലിയ ശുദ്ധിക്കാരനാവട്ടെ ചെറിയ ശുദ്ധിക്കാരനാവട്ടെ, അവന് നമസ്കാരം ശുദ്ധിയാവാതെ നിർവഹിക്കൽ ഹറാമാണ്. വഅജ്മഉ അലൈഹ അന്നഹു ലാ തസ്ഹിഹു മിൻഹു സവാഅൻ കാന ആലിമൻ ബി ഹദസിഹി ഔ ജാഹിലൻ ഔ നാസിയൻ. അറിവില്ലായ്മ കൊണ്ടോ വിവരക്കേട് കൊണ്ടോ അല്ലെങ്കിൽ മറന്നുകൊണ്ടോ ഒരാൾ അങ്ങനെ ചെയ്താൽ പോലും അവനെ സംബന്ധിച്ചിടത്തോളം നമസ്കാരം സ്വീകാര്യമാവുകയില്ല. ലകിന്നഹു ഇൻ സ്വല്ല ആലിമൻ ബിൽ ഹദസി ആസിമൻ. ഇനി ഒരാൾ മനഃപൂർവ്വം ചെയ്താൽ അവൻ കുറ്റക്കാരനായി തീരും. അവന് ജനാബത്തുണ്ടെന്നറിയാം, വലിയ ശുദ്ധി ഉണ്ടെന്നറിയാം, അല്ലെങ്കിൽ ഒന്നും എടുത്തിട്ടില്ലെന്നറിയാം, മനഃപൂർവ്വം അങ്ങനെ നിസ്കരിച്ചാൽ അവൻ കുറ്റക്കാരനായി തീരുകയും ചെയ്യും. വൈൻ സ്വല്ല ജാഹിലൻ ഔ നാസിയൻ, മറന്നുകൊണ്ടോ അറിവില്ലായ്മ കൊണ്ടോ നമസ്കരിച്ചാൽ ഫലാ ഇത്മ അലൈഹി, അവന്റെ മേൽ കുറ്റമില്ലെങ്കിൽ പോലും വതൽസുമുഹു ലിഇആദ, അത് മടക്കി നമസ്കരിക്കൽ അവന് നിർബന്ധമാണ്. ഇതാണ് ഈ വിഷയത്തിൽ പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് ഒന്നുവെടുത്തു എന്ന് കരുതി ഒന്നുവെടുക്കാതെ നിസ്കരിച്ചു, വലിയ ശുദ്ധിക്കാരനാണെന്ന് ഓർമ്മയില്ലാതെ നിസ്കരിച്ചു പോയി, അപ്പൊ എന്ത് ചെയ്യണം ചോദിച്ചാൽ മടക്കി നിസ്കരിക്കണം. ഇതാണ് ഈ വിഷയത്തിലുള്ളത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.